ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹഞ്ജു സ്വീറ്റ് ഹോം. അപ്പം ഇന്ന് തൊണ്ടയ്ക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് സൗണ്ട് ഒന്ന് ക്ഷമിക്കണം. ഇന്ന് എല്ലാവർക്കും എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് കേർഡ് റൈസ്, അതായത് തൈര് സാദം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സോന മസൂരി റൈസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ റൈസ് ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കാം. ഇത് ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കുതിരാനൊന്നും വെക്കുന്നില്ല. നിങ്ങൾ കുതിരാൻ വെക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് കുതിരാൻ വെക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് അരി എടുത്തത് കൊണ്ട് തന്നെ അരി അളന്ന അതേ കപ്പിൽ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 4 പേരടങ്ങുന്ന കുടുംബത്തിന് മതിയാവും. ഞങ്ങളുടെ ഫാമിലിയിൽ ഞാനും ഹസ്ബൻഡും 2 മക്കളുമാണ്. അപ്പം ഞങ്ങൾക്ക് ഈ 1 കപ്പ് അരിയുടെ തൈര് സാദം മതിയാവും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതുവഴി ആവി വരുമ്പോഴത്തേക്കും നമുക്ക് വിസിലിട്ട് കൊടുത്ത് 4 വിസിലടുപ്പിക്കാം. ഇനി നിങ്ങൾ 20 മിനിറ്റ് കുതിർത്തിട്ടുണ്ടെങ്കിൽ 2 വിസിലടുപ്പിച്ചാൽ മതി. വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് നന്നായി വെന്ത് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ 4 വിസിലടിച്ചു. പ്രഷർ എല്ലാം പോയതിനു ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തന്നെ ഞാൻ രാവിലെ കുക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാൻ വേണ്ടി എടുക്കുന്നത് കൊണ്ടാണ് പാൽ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് അപ്പോഴും തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ പാലൊഴിക്കുന്ന ആ ഒരു ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്യാം. പാലൊഴിക്കേണ്ട, പകരം തൈര് ഒഴിച്ചാൽ മതി. ഞാനിതിൽ മൊത്തത്തിൽ ചേർക്കാൻ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അതിൽ 2 പ്രാവശ്യമായിട്ട് ആദ്യം 1/4 ഭാഗത്തോളം തൈര് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പം അതേ ബാക്കി തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒരല്പം ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇനി നമുക്ക് ഇതിൽ കടുക് താളിക്കണം. അതിനായിട്ട് 2 വറ്റൽമുളക്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഞാനിവിടെ 1 പച്ചമുളകാണ് എടുക്കുന്നത്. വലിയവർക്ക് മാത്രം കഴിക്കാനാണെങ്കിൽ 2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാനുള്ളത് കൊണ്ട് 1 പച്ചമുളകേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ പെരുങ്കായപ്പൊടി വേണം, കടുക് വേണം. അപ്പോൾ പാൻ ചൂടായതിനു ശേഷം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനാണ് ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തരുന്നത്. അല്ലെങ്കിൽ കടുകിട്ടു, കടുക് പൊട്ടിയതിനു ശേഷം കുറച്ച് ഉഴുന്നുപരിപ്പിട്ട് കൊടുത്തു, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഇത്രയും ചേർത്തു. ഇനി ഇഞ്ചിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തൈര് സാദം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, സെർവിങ് ഡിഷിലേക്ക്. അതിൻ്റെ മുകളിലേക്ക് കടുക് താളിച്ചതും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കേർഡ് റൈസ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീരെ വയ്യാത്ത, നമ്മൾ ലോ ആയിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തുവിടാനും ലഞ്ച് ബോക്സും ഓഫീസ് ബാഗും ഒക്കെ പാക്ക് ചെയ്യാൻ നല്ല എളുപ്പത്തിലുള്ളതാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണ് സൗണ്ടിന് കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ അത് മാറിയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.